ജോലി കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വന്നപ്പോഴല്ല കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വന്നേ. പൊന്നൂസിന് നാളെ സ്കൂളിൽ കൊണ്ടുപോകാനുള്ള സ്നാക്സ് ഹൈഡ് ആൻഡ് സീക്കിൻ്റെ ബിസ്ക്കറ്റ് വാങ്ങിച്ചു, ഇൻസ്റ്റൻറ്റ് ചപ്പാത്തി വാങ്ങിച്ചു, പാല് തീർന്നിരിപ്പുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പാല് വാങ്ങിച്ചു, നല്ല ഫ്രഷ് തക്കാളി ഇരിപ്പുണ്ടായിരുന്നേ. അങ്ങനെ ഒരു 1/2 കിലോ തക്കാളി വാങ്ങിച്ചു. ചേട്ടനുണ്ടെങ്കിൽ ഈ തക്കാളി സ്കിപ്പാണ് കേട്ടോ, കാരണം ചേട്ടൻ തക്കാളി 3-ാം നാളാണ്. പിന്നെ ചപ്പാത്തിയിലെ ഇത് വാങ്ങിച്ചത് കൊണ്ട് ഞാൻ വിചാരിച്ചു തക്കാളിക്കറി ഉണ്ടാക്കാം. അങ്ങനെയാണ് പിന്നെ തക്കാളി വാങ്ങിച്ചത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തക്കാളിക്കറി. അങ്ങനെ അതൊക്കെ വാങ്ങിച്ചിട്ട് നേരെ വീട്ടിലേക്ക് വന്നു. വീട്ടിൽ എനിക്ക് വേണ്ടി കുറച്ച് പണികൾ ബാക്കിയുണ്ടാവും. അത് അന്നല്ല, എല്ലാ ദിവസവും അങ്ങനെ തന്നെയാണ്. ജോലി കഴിഞ്ഞിട്ട് തളർന്ന് നടു നിവർന്നെത്തി കിടക്കാമെന്ന് പറഞ്ഞായിരിക്കും പറഞ്ഞത്. പക്ഷേ എന്ത് ചെയ്യുക, അങ്ങനെ പറ്റത്തില്ല. ഇന്ന് വരെ എനിക്ക് പറ്റിയിട്ടുമില്ല. അങ്ങനെ വീട്ടിൽ വന്നിട്ട് ഒന്ന് കുളിച്ച് ഫ്രഷായിട്ട് നേരെ അടുക്കളയിലോട്ട് വന്നു. ഉച്ചത്തേക്ക് കഴിച്ച കറികളും ചോറും ഒക്കെ ചെറിയ പാത്രത്തിലേക്ക് മാറ്റി ഫ്രിഡ്ജിലോട്ട് മാറ്റിയതിന് ശേഷം ആ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി. എനിക്കാണെങ്കിൽ അടുക്കളയിൽ എത്ര ഫുഡ് വേണം ഉണ്ടാക്കാൻ പറ്റും. ഈ പാത്രം കഴുകണമെന്നാണ് എനിക്ക് എന്നെ കൊല്ലുന്നതിന് സംഭവമാണ്. പക്ഷേ ഒരു പാത്രം പോലും സിങ്കിൽ കിടക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. എല്ലാ പാത്രങ്ങളും അപ്പോൾ ഉള്ളത് അപ്പം തന്നെ ഞാനങ്ങ് കഴുകി വെക്കും. എല്ലാം കഴുകി വെച്ചതിന് ശേഷം തക്കാളിക്കറി ഉണ്ടാക്കാനുള്ള തക്കാളി, സവാള, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം എടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു. മാങ്ങ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അത് ഞാൻ പറയാൻ വേണ്ടി മറന്നുപോയി. മാങ്ങ വാങ്ങിച്ചു. 1 കിലോ മാങ്ങ വാങ്ങിച്ചത് എത്ര രൂപയെന്ന് എനിക്ക് അറിഞ്ഞിട്ടുണ്ട്. ഞാൻ 2 ദിവസം മുമ്പേക്ക് എടുത്തതാണ്, എനിക്ക് മറന്നു എത്ര രൂപയാണെന്ന്. അങ്ങനെ മാങ്ങ വാങ്ങിച്ച് അതിനെ കട്ട് ചെയ്ത് നേരെ പൊന്നൂസിന് കൊണ്ടുപോയപ്പോൾ റിയാക്ഷൻ ഇപ്പോൾ കാണിച്ചു തരാം. എന്തിനമ്മ ഇത് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഞാനൊന്ന് ചിറങ്ങി നോക്കിയപ്പോൾ പിന്നെ അതെൻ്റെ നിന്ന് വാങ്ങിച്ചു. അണ്ടിയോടെ എടുക്കുമ്പോഴേ മാങ്ങയുടെ പുളിപ്പറിയും എന്ന് പറയുന്നത് എത്ര ശരിയാണല്ലേ. കഷ്ണത്തിലൊക്കെ നല്ല മധുരം ഉണ്ടായിരുന്നു, നല്ല പഴുത്ത മാങ്ങയായിരുന്നു. പക്ഷേ അത് കഴിച്ചേച്ച് വന്നപ്പോൾ അതിൻ്റെ അറ്റം എത്തിയപ്പോൾ കണ്ടോ ഭയങ്കര പുളിപ്പ്. മാങ്ങയൊക്കെ കഴിച്ചിട്ട് നേരെ കറി ഉണ്ടാക്കാനുള്ള ഒരു പുറപ്പാടിലേക്ക് പോയി. കറി ഉള്ളിയൊക്കെ ഒന്ന് വശക്കിയിട്ട് തക്കാളിയൊക്കെ എടുത്തിട്ടു. ഞാനിങ്ങനെയാണ് കേട്ടോ കറി വയ്ക്കുന്നത്. നിൻ്റെ നാട്ടിൽ ഇങ്ങനെയാണോ, എൻ്റെ നാട്ടിൽ ഇങ്ങനെയല്ല എന്നുള്ളതൊന്നും പറയല്ലേ. കാരണം എൻ്റെ വീട്ടിൽ ഇങ്ങനെയാണ്, അതാണ് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നതും. ഇപ്പോൾ വീഡിയോ എടുക്കുന്നതെന്ന് വെച്ചിട്ട് ഇതിൽ പിന്നെ ആഡംബരങ്ങളൊന്നും ഉണ്ടാക്കാൻ എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ വീട്ടിൽ ഇങ്ങനെ വയ്ക്കുന്നത് ഞാനങ്ങനെ കാണിക്കുന്നതാണ് കേട്ടോ. അങ്ങനെ ചപ്പാത്തി ചൂടോടെ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. പൊന്നൂനാണെങ്കിൽ ചപ്പാത്തിയും പൂരിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ വീട്ടിൽ നിൽക്കുന്ന ദിവസങ്ങളിൽ മാത്രം, അത് ഞായറാഴ്ച ദിവസം അല്ലെങ്കിൽ എന്തെങ്കിലും ലീവായിട്ട് നിൽക്കുന്ന ദിവസങ്ങളിൽ മാത്രമാണ് ചപ്പാത്തിയും പൂരിയും വീട്ടിൽ ഉണ്ടാക്കാറുള്ളൂ. അല്ലെങ്കിൽ ഇതുപോലെ ഇൻസ്റ്റൻ്റായിട്ട് വാങ്ങിച്ച് ഇതുപോലെ ചുടാറാണ് പതിവ് കേട്ടോ. അങ്ങനെ നമ്മുടെ തക്കാളിക്കറി ഇവിടെ തിളച്ചിട്ടുണ്ട്. ഒരു അലങ്കാര പണി എന്നുള്ള രീതിയിൽ ഞാൻ മല്ലിയിലയും കറിവേപ്പിലയും എല്ലാം ഇട്ട് കൊടുത്തു കേട്ടോ. ഈ കറി തന്നെ രാത്രി ഒന്ന് തിളപ്പിച്ച് വെച്ചിട്ട് രാവിലെ എടുക്കും. രാവിലെ വെക്കുന്ന കറിയാണെങ്കിൽ രാത്രി എടുക്കും. അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് പണിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ വീട്ടിൽ നിന്ന് രാത്രി തക്കാളിക്കറിയും ചപ്പാത്തിയാണ്. നിങ്ങളുടെ വീട്ടിൽ എന്താണെന്ന് കമൻറ്റ് ചെയ്യണേ. അടുത്ത വീഡിയോയിൽ കാണാൻ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.